നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ്. ഫിഷ് ദം ബിരിയാണി ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കാണാനായിട്ട് മറക്കരുത്, ട്രൈ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ ചിക്കനാണ്, 1/2 കിലോ റൈസിന്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ പീസുകളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ലെഗ് പീസ് മാത്രം ഞാൻ വലുതായതുകൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന പീസ് വലിയ പീസാണെങ്കിൽ വരഞ്ഞൊന്ന് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള പൊടികളും മസാലയും ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര്. അല്പം പുളിയുള്ള തൈരാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഒരുപാട് പുളിയല്ല, ഒരു അല്പം പുളി. ഹാഫ് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടിയും വേണമെങ്കിൽ മിക്സ് ചെയ്ത് ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് പുരട്ടി എല്ലാ ഭാഗത്തും എത്തിച്ച് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ ഒന്ന് പുരട്ടി നമുക്ക് അടച്ചു വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഓവർനൈറ്റ് ഒക്കെ പുരട്ടി വെക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. ബാസ്മതി റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അരമണിക്കൂർ മുമ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടു. എന്നിട്ട് വെള്ളമെല്ലാം മാലാൻ വെച്ചതിന് ശേഷം ഉള്ള കുതിർത്ത അരിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ അരി വേവിക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക, അതിൽ നിറയെ വെള്ളം എടുക്കുക. അതിനുശേഷം ഈ വെള്ളത്തിലേക്ക് 1 ബേ ലീഫ്, 2 ഏലക്ക, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ടേസ്റ്റ് ചെയ്യുമ്പം വെള്ളത്തിന് അല്പം മുന്നിട്ട് നിൽക്കണം, എന്നാലേ ചോറ് വേകുമ്പം കറക്റ്റായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പ് വരത്തുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 വേവ് ആകുമ്പോഴേക്കും നമുക്ക് ഇത് കോരി മാറ്റാം. ബാക്കി ആ ചൂട് കൊണ്ട് തന്നെ വെന്തോളും. പിന്നെ നമ്മൾ ദമ്മും കൂടെ ചെയ്യുന്നതല്ലേ. നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള കശുവണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി നമുക്കൊന്ന് വറുത്ത് കോരാം. നമുക്ക് ബിരിയാണിയിലേക്കുള്ള സവോള വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ 2 മീഡിയം സൈസ് സവോള വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വേണമെങ്കിൽ ഒന്ന് ഇട്ട് നോക്കാം. ആയിട്ടുണ്ട് ചൂട്. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി കൂടുതൽ നിങ്ങൾക്ക് ക്രിസ്പി ആകണമെങ്കിൽ ഈ സവോള അല്പം കോൺഫ്ലവർ മുക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കുറച്ചും കൂടെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. അത് ഞാൻ ഫിഷ് ബിരിയാണിയിൽ കാണിച്ചിട്ടുണ്ട്, അത് കാണാത്തവർ കാണുക. അപ്പം നമുക്ക് കുറേശ്ശെ ഇട്ട് സവോള വറുത്തെടുക്കാം. ഇതാ ഇപ്പം നമ്മുടെ സവോള ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പെട്ടെന്ന് കോരിയെടുക്കാം, ഇല്ലേ അത് അങ്ങ് കരിഞ്ഞു പോവും. ഇപ്പം നമ്മുടെ ചോറ് വേവിക്കാൻ വെച്ചത് ഒരു 3/4 വേവായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇത് ഒരു അരിപ്പ പാത്രത്തിലൂടെ ഊറ്റി മാറ്റാം. പെട്ടെന്ന് തന്നെ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് നമുക്കിത് ഊറ്റി മാറ്റാം. ഇപ്പം ഞാൻ സവോളയെല്ലാം വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ സവോള വറുത്തതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ ബിരിയാണിക്ക് നല്ല ഒരു എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ എണ്ണയിൽ തന്നെ വറക്കുന്നത്. നിങ്ങൾക്ക് വേറെ എണ്ണ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വറക്കുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മുടെ മസാലയിലേക്ക് ഇട്ട് വേവിച്ചെടുത്താൽ മതി. 3/4 വേവ് മതിയാവും. ബാക്കി നമ്മൾ മസാലയിലിട്ട് ഒന്നുകൂടെ വേവിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ പീസസ് എല്ലാ വശവും ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാ പീസും
ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ആ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മാറ്റി വേറെ എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. 1 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരുപാട് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളകിൻ്റെ അളവും മുളക് പൊടിയുടെ അളവും എടുത്തുകൊള്ളുക. വഴറ്റിയെടുക്കാം. 6 വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. മസാല നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എത്ര മസാല വേണം അതനുസരിച്ചിട്ട് സവോള ചേർത്തുകൊള്ളുക. അല്പം ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി എല്ലാത്തിലും ഉപ്പ് ചേർത്ത് പോകുന്നതാണ്, അപ്പം അതനുസരിച്ച് വേണം. ഇനി ഈ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവോള അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്തേക്ക് ഞാൻ 3 ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. നല്ല പഴുത്ത തക്കാളി ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഈ സവോളയായിട്ട് ചേരുന്നിടം വരെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഒക്കെ മസാല ഇട്ടിട്ടുള്ളതാണ്. അതനുസരിച്ച് വേണം നിങ്ങൾ ബാക്കി മസാലപ്പൊടികൾ ഇപ്പം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരുപാട് സ്പൈസി ആക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റി ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലതായിട്ട് വഴണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് ഒരല്പം പുതിനയില, അല്പം മല്ലിയില, വറുത്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് ഒരല്പം, വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പിനും മുന്തിരിങ്ങയിൽ നിന്നും അല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ മസാലയെല്ലാം പാകത്തിന് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മസാലയായിട്ട് യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ചിക്കൻ പീസും മസാലയും എല്ലാം കൂടെ അതിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ മസാലയുടെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കണം. എന്തെങ്കിലും പോരെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ മസാലയെ കിടന്ന് വെന്ത് അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി, ചോറും റെഡിയായി. ഇനി നമുക്ക് ഇത് ദം ചെയ്യാം. അപ്പം ദം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും. അപ്പം ലെയർ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ആദ്യം ഒരു ലെയർ കൊടുത്തിട്ട് ചോറ് ഒന്നിച്ച് ഇടുവാണ്. അങ്ങനെയാണ് ലെയർ ചെയ്യുന്നത്. ചിക്കൻ്റെ ലെയർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ അല്പം പുതിന മല്ലിയിലയുടെ മിക്സ് ഇട്ട് കൊടുക്കുവാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ലെയർ ചെയ്യണമെന്നുള്ളതൊക്കെ. ഒരല്പം കാഷ്യൂ മുന്തിരിങ്ങായും വറുത്തത്. നമുക്ക് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പൈനാപ്പിൾ ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം. യെല്ലോ കളറ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി യെല്ലോ കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാലിൽ ഒരല്പം മഞ്ഞൾ പൊടി കലക്കിയിട്ട് അതാണേലും ഇടയ്ക്കിടയ്ക്ക് യെല്ലോ കളറിന് ചേർത്ത് കൊടുക്കാം. വീണ്ടും അല്പം മല്ലി പുതിനയുടെ മിക്സ്, സവോള വറുത്തത്, അല്പം കാഷ്യൂ മുന്തിരിങ്ങ വറുത്തത്, അല്പം നെയ്യ്. നമുക്ക് ചോറ് ലെയർ ചെയ്യാം.
ഇനി നമുക്കിത് ദം ചെയ്യാനായിട്ട് ഫോയിൽ പേപ്പർ എടുക്കുക. ഇതുകൊണ്ട് ആദ്യം ഒന്ന് കവർ ചെയ്യാം. ഇപ്പം ഞാൻ ഫോയിൽ പേപ്പർ കൊണ്ട് നമ്മുടെ പാത്രത്തിൻ്റെ മുകൾ അടച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് കൊണ്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഇനി നമ്മൾ ദം ചെയ്യാനായിട്ട് ഒരു ദോശക്കല്ല് എടുക്കുക. ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ ബിരിയാണിയുടെ ഈ പാത്രം മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 20 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ 30 മിനിറ്റ് വരെ ഇത് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. ഏകദേശം ഒരു 30 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. ഇപ്പോഴേ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കൈ കൊള്ളാതെ എടുക്കുക. ആവി പറക്കുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.